ഹലോ ഗൈസ്, നമ്മളിവിടെ നെസ്റ്റോയിൽ ഷോപ്പിങ്ങിന് വന്നതാണ്. ഇവിടെ ഭയങ്കര ഓഫറാണെന്നൊക്കെ കേട്ട് നല്ല അടിപൊളി മാങ്ങ ഫ്രൂട്ട്സിൻ്റെ സംസ്ഥാനം. നല്ല നോക്കി മതി കുറച്ച് മതി. അവക്കാഡോ, പ്ലം, കുഞ്ഞിപ്പഴം. ഗൈസ്, നമ്മൾ ഓറഞ്ച് എടുത്തു, പൊമഗ്രാനറ്റ് എടുത്തു, മാങ്ങ എടുത്തു, പഴം എടുത്തു, മറ്റേ ജുജുബി എടുത്തു, പിന്നെ നമ്മൾ സ്ട്രോബെറി എടുത്തു, അവക്കാഡോ എടുത്തു. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ കുറെ ഉണക്ക മീൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. 4 ചിക്കൻ. അച്ഛൻ വാരി കോരി അങ്ങ് എടുക്കുവോ അമ്മേ? നല്ലതൊന്നും നോക്കത്തില്ല അമ്മ. എല്ലാം ഓരോന്നോരോന്ന് നല്ലതാണോ നോക്കുക. നല്ലതാണോ നല്ലതാണോ നോക്കിയെടുക്കും. രണ്ടെണ്ണം. ഇത് 2 മതി. കുമ്പളങ്ങ. സ്മോൾ അനിയന്റെ വില കണ്ടോ ഗായ്സ്? ബഹ്റൈൻ നമ്മൾ 12 റിയാലാണ് എടുത്തത്. 30 റിയാലാണ്. ബഹ്റൈൻ നമ്മൾ 12 റിയാലിനാണ് എടുത്തത്. ഇവിടെ 30 റിയാല്. ടു മച്ച്. ഇത്ര വിലയുള്ള സാധനമാണോ അത്? ഇതിവിടെ തേങ്ങയുണ്ട്. ഈ തേങ്ങ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിരങ്ങി തരുന്നതായിരിക്കും. വെളുത്തുള്ളി, കിഴങ്ങ്, പിന്നെ എന്താ, ഉള്ളി, മഞ്ഞൾ. നല്ല നോക്കിയെടുക്കണേ. നല്ലത് ഇന്ത്യൻ വെളുത്തുള്ളിയുടെ വില കണ്ടോ ഗായ്സ്? 35 റിയാല്. പ്രീമിയം ഫ്രഷ് ചിക്കൻ. ഓൾറെഡി നമ്മൾ എടുത്തല്ലോ. ഇതുണ്ടാക്കണ്ടേ? എന്തോ? അച്ചാറുണ്ടാക്കാം. എൻ്റെ ചിക്കൻ ഹോൾ ലെഗ് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ചിക്കൻ ഹോൾ ലെഗ്. ഇതെല്ലാം ഹോൾ ലെഗാണ്. അതാണ്ട് ചിക്കൻ ഫില്ലറ്റ്. അങ്ങനെ ഓരോ പേരുണ്ട്. നമ്മൾ തിരങ്ങിയ തേങ്ങ എടുത്തു. തിരങ്ങിയ തേങ്ങ.
അത് വ്യത്യാസമുണ്ട്. ഇത് ചെറിയ എന്തിനായിരിക്കും മേടിച്ച സാധനങ്ങളൊക്കെ ഇനി ബില്ലടിക്കണം. അടിച്ചതല്ല ഒരു സൈഡ്, അടിക്കാത്തല്ല ഒരു സൈഡ്. നമ്മളിവിടെ ഇതിടുന്നു, തിരിച്ച് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു. ഒക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇത് നമ്മളെപ്പോഴും മേടിക്കുന്ന ബ്രെഡാണ്. നമ്മൾ കുറേ നാളായി മേടിച്ചിട്ട്, വീണ്ടും മേടിച്ചു. നല്ല യമ്മി ബ്രെഡ്. ഇവിടെ ഒരു ചോക്ലേറ്റിൻ്റെ കേക്ക് കാണാറുണ്ട്, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. എൻ്റെ സ്ഥലം മാറ്റി വന്നിട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂൾ ടൈമിലെ നൊസ്റ്റു ആണ് ഗൈസ്. സ്കൂളിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അച്ഛൻ്റെ കേക്ക് കാണുന്നില്ലല്ലോ അച്ഛാ, ആ ചോക്ലേറ്റ്. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതായിരുന്നു. വന്നിടയ്ക്ക് കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സോപ്പില്ല, നമ്മുടെ നാട്ടിൽ ബാർ സോപ്പ്. അതാണെന്ന് ഇത് കണ്ട എങ്ങനെയല്ലേ അമ്മ വിചാരിച്ചത് സോപ്പായിരിക്കും, പക്ഷെ ഇത് സോപ്പല്ല ശരിക്കും. ഇത് മറ്റേതാണ് സമൂസ ഉണ്ടാക്കുന്ന സമോസയുടെ പണ്ട് കേട്ടോ, പണ്ട്. ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ഇവിടെ, ഒറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ജിലേബി എടുത്തേനെ. ഫേവറേറ്റ് ആണ്. അവർക്ക് ഫേവറേറ്റ് ആണ്. പ്രൈസ് മുട്ട 100 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ 10 റിയാലിൻ്റെ മുട്ട, അല്ലെങ്കിൽ 20. ഇതാണോ? ആ, അൽമറായി ചീസ്. ഇതിപ്പോൾ ഇങ്ങനെ അത് ഇത്ര വലുതാണ്ട, ചെറുതുണ്ടല്ലോ അമ്മേ. ഇതാ മേളിയിരിക്കുന്നു, മേളിയിരിക്കുന്നു. യെസ്, ഇത് ചീസ് അൽമറായി. മുന്തിരിങ്ങ, പച്ച മുന്തിരിങ്ങ ഭയങ്കര പുളി, ഈ മുന്തിരിങ്ങ മധുരം. ജ്യൂസസ്. ഓ, നീ കണ്ടില്ലായിരുന്നു? ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഇതിൻ്റെ അൽമറൈഡേ ഉണ്ട്. അൽമറൈഡേ ഈ വാനിലയും നല്ല ടേസ്റ്റാണ്, ഒരു കസ്റ്റേർഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഗൈസ്, ഇതൊക്കെ ഞങ്ങൾ ഇവിടുത്തെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ സൺ ടോപ്പൊക്കെ സ്ഥിരം ഞങ്ങൾ മേടിക്കുന്ന ജ്യൂസുകളാണ്. ഞങ്ങൾ സ്കൂളിൽ ബ്രേക്കിൽ എല്ലാ ദിവസവും ഓരോന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. നമ്മളിതിങ്ങനെ ബോക്സായിട്ട് മേടിക്കും, എന്നിട്ട് ഓരോന്ന് എടുത്ത് കൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ ജ്യൂസും, ഇതിലും ഏതെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കൊണ്ടുപോകാറുണ്ട് സ്കൂൾ ഡേയ്സിൽ. ഇതിനകത്ത് ഈ ബെറി നല്ല ടേസ്റ്റായി. ബെറി ഒരെണ്ണം എടുക്കാം. അൽമറൈയുടെ ആണോ നാദയുടെ ആണോ? അൽമറായി റാസ്ബെറി. ഇവിടെ നമുക്ക് സാധനം എടുത്തിട്ട് ഇവിടെ പ്രൈസ് ചെക്ക് ചെയ്യാവുന്നതാണ്. തൈരും മോരും. അമ്മ എക്സ്പയറി ഡേറ്റ് നോക്കിയെടുക്കുകയാണ്. പാൽ ഓൾറെഡി നമ്മൾ ഇന്നലെ മേടിച്ചു. എല്ലാം സെയിം ആയിരിക്കും അമ്മേ, ഒന്നെങ്കിൽ 2 ഡേറ്റ് വല്ലതും കാണത്തുള്ളൂ. ഇവിടെ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. ആ ഇരിക്കുന്ന സ്ട്രോബെറി ഭയങ്കര പുളിയാട്ടോ, ഈ പച്ചയും ഭയങ്കര പുളിയാണ്. ഞാൻ സാധാരണ ചോക്ലേറ്റ് ആണ് എടുക്കാറ്, പക്ഷേ ഞാനൊരു ചേഞ്ചിന് സ്ട്രോബെറി എടുത്തു. ചോക്ലേറ്റ് ഉണ്ട്, ബട്ട് ചേഞ്ച്. ഈ അൽമറയുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് ഇസ് ഓൾസോ യം. സ്പ്രിങ്കിൾ ആൻഡ് ഓൾസോ നാട്ടിലെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് ഇവിടുത്തെ ചിപ്സ് ഐറ്റംസ് ആണ്.
ഞാൻ നോക്കുന്ന ഒമാൻ ചിപ്സ് കാണുന്നില്ല ഇവിടെ. ഈ ബഗിൾസ് നല്ല യമ്മിയാണ്. പക്ഷെ ഞാൻ നോക്കുന്ന സാധനം കാണുന്നില്ല ഗൈസ്. ഈ ബഗിൾസിൻ്റെ പൈലറ്റ് ബ്ലൂ. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ എടുക്കുന്ന കുറച്ച് ചിപ്സുകളാണ് തപ്പിയത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഒമാൻ ചിപ്സും ഞാൻ തപ്പിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ ബഗിൾസ് എടുത്തു. പെർഫ്യൂംസ്, സോപ്പ്. അമ്മയുടെ ഫേവറേറ്റ് പ്ലേസാണ് ഈ പാത്രങ്ങളൊക്കെ ഉള്ളത്. എവിടെ പോയാലും പാത്രങ്ങളുള്ള സ്ഥലത്ത് പോയി നിന്ന് ഓരോ പാത്രങ്ങൾ എടുത്ത് നോക്കും, പിടിച്ചു നോക്കും. അമ്മ അതിന് യെസ് എന്ന് പറയാണ്. ഡവിൻ്റെ ഒക്കെ വില കണ്ടോ? ചൂല്. പിന്നെ അങ്ങോട്ടെല്ലാം ഫുൾ ഇലക്ട്രോണിക് ഐറ്റംസ്. ഇലക്ട്രിക് ബർണർ. അമ്മ അടുത്ത പാത്ര സെഷൻ കണ്ട് അമ്മ ആ പാത്ര സെഷനിലോട്ട് പോയി. ക്യാമ്പിലൊക്കെ പോകുമ്പോൾ കത്തിച്ച് വെക്കുന്ന സാധനം. ഇതാണ്. പക്ഷേ ഇതിൻ്റെ റിവ്യൂ അത്ര പോരാ. വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടിട്ട് എനിക്കും അമ്മയ്ക്കും ഒരെണ്ണം എടുക്കുവാണ്. ഇത് അമ്മയ്ക്ക്, അതെനിക്ക്. അമ്മയ്ക്കൊരു പാത്രം മേടിക്കണോ? അമ്മ ഒരു പാത്രം എടുത്തിട്ട് പോയാൽ മതി. ആവശ്യമില്ലാത്ത സാധനം. അമ്മ ഒരു പാത്രം എടുക്കമ്മേ. അമ്മയ്ക്ക് എന്നാ വേണ്ട, എന്നാ പിന്നെ വേണം. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ പോവുകയാണ്. അമ്മയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ്. നാരങ്ങയല്ല, അതൊരു സൈസ്. വെയിറ്റ് ചെയ്യാതെ നീങ്ങട്ടെ. കവറിലിട്ട് തരാൻ ആരുമില്ല. നമ്മൾ തന്നെ ഇടാണ് കഴിച്ചത്. അമ്മയാണ് ഇവിടെ നെക്സ്റ്റ് ഇടുന്നത്. അമ്മയുടെ ബിസ്ക്കറ്റ് തന്നെ ആദ്യം എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് വയ്യ അവിടെ ആരാ പോയത്. അപ്പോൾ ഗൈസ് നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്തു. മുട്ടയ്ക്ക് ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് അച്ഛൻ വീണ്ടും മുട്ട എടുക്കാൻ പോയിരിക്കുകയാണ്. 2 സെറ്റ് മുട്ട. ഇപ്പോൾ 2 മുട്ടയും കൂടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഓൾറെഡി ഇരിപ്പുണ്ട്. തട്ടല്ലേ, പൊട്ടല്ലേ? അതെ, മുട്ടല്ല, അല്ല പൊട്ടല്ല അച്ഛാ. അത് അച്ഛൻ പിടിക്കുക സെപ്പറേറ്റ്. ഇതിൻ്റെ പുറത്തോട്ട് വെക്കേ. 20 റിയാലാണ് മുട്ടയ്ക്ക്. നമ്മൾ 100 റിയാലിന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു സെറ്റ് 10 റിയാലിന് നമുക്ക് മുട്ട കിട്ടും. അതാണ് ഇവിടുത്തെ കണക്ക്. അപ്പോൾ നമ്മൾ 400-500 റിയാലിന് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പം നമുക്കിനി 2-3 സെറ്റ് മുട്ട എടുക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് 10 റിയാലിന് മുട്ട കിട്ടും. അപ്പോൾ 30 റിയാലിന് മുട്ട അല്ലേ? നമ്മൾ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി. അമ്മ
ആ ബാക്കിലുണ്ട്. നെക്സ്റ്റ് KFC ഇവിടെ ഉണ്ട്. KFC പൂട്ടിയിട്ടില്ല. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബിൽ. പരിചയക്കാരൻ വന്നിരിക്കുകയാണ്. നമ്മളിനി ഈ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റുന്ന പരിപാടിയാണ് ഇനി അടുത്തത്. ഇവിടെ എന്തോ ഒരു വഴക്ക് നടക്കുന്ന ഗൈസ്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase. അങ്കിളിന് ഓട്ടം വേണമെന്ന് ഗൈസ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്പർ കൊടുക്കണ്ടേ? നമ്പരോ ടാക്സി നമ്പർ ടാക്സി നമ്പർ ഒന്നകത്ത് കാണിക്കാൻ ചെന്നാ. ടാക്സി നമ്പർ എന്താ കാർഡ്? ശരിയാ, ഗാർഡ് കാണിക്കാം. ഗാർഡുണ്ട്. ആവശ്യമുള്ളവർ സൗദി അറേബ്യയിൽ ഓടുന്നതാണ്, ജുബൈലിൽ ഓടുന്നതാണ് എയർപോർട്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിക്കുക, ഈ അങ്കിളിനെ വിളിക്കുക. യെസ്, ഇതാണ് നമ്പർ. ഇവിടെ ഫിഷ് കഴിക്കാൻ വന്നിരിക്കുക. ഫുഡ് മുട്ട മേടിച്ചിട്ട് മുട്ട എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അമ്മയ്ക്ക്. അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് അറിയത്തില്ല മുട്ട ഉണ്ടാക്കാൻ. അച്ഛനാണ് ക്ലാസ് എടുത്തത്. എങ്ങനെയാ അച്ഛൻ ഉണ്ടാക്കുന്നത്? മുട്ട 3 കാലത്ത് മുട്ട ഉണ്ടാക്കാൻ പറ്റും. മുട്ട കറി വെക്കാൻ പറ്റും. തേങ്ങ അരച്ച് ഒരു കറി വെക്കാറുണ്ട്. തേങ്ങ വരച്ചോ? അല്ല, തേങ്ങ അരച്ച് ഒരു കറി വെക്കാറുണ്ട്. ഓക്കെ. അല്ലാതെ റോസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് വേണ്ടത് റോസ്റ്റ്. ഞാൻ പറഞ്ഞത് സ്ക്രാമ്പിൾഡ് ആണ്. ഞാൻ പറഞ്ഞത് വലിയ വലിയ സ്ക്രാമ്പിളാക്കി ഉള്ളിയും തേങ്ങയും. ഇല്ലേ അമ്മേ? തേങ്ങ ഇടത്തില്ലേ? ഇല്ല. നോക്കിറങ്ങാൻ പറ്റും. നമ്മൾ അൽബേക്ക് ഫാൻസ് അല്ല. അപ്പോൾ നമ്മൾ അൽബേക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നഗറ്റ്സ് മാത്രമാണ്. അവിടുത്തെ ബ്രോസ്റ്റർ എനിക്ക് ഇഷ്ടമേ അല്ല. അതാണ് അവിടെ അൽബേക്ക്. ഐ ഡോണ്ട് നോ, there are so many people who go crazy for Albake. I am not. ഞാൻ അൽബേക്ക് ഫാനൊന്നുമല്ല. എനിക്ക് അവിടുത്തെ നഗറ്റ്സ് മാത്രമേ ഇഷ്ടമുള്ളൂ. അവിടുത്തെ ബ്രോസ്റ്ററിനെക്കാട്ടിൽ എത്രയോ യമ്മിയും ക്രിസ്പിയും ഹോട്ടായിട്ടും ഒക്കെ ഉള്ള കുറേ ബ്രോസ്റ്റഡ്സ് കടകൾ ഇവിടെ ഉണ്ട്. ബെറ്റർ ദാൻ അൽബേക്ക്. പിന്നെ ചിലവർക്ക് ഓരോരോ ടേസ്റ്റാണ്. ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്കിഷ്ടമല്ല, ചിലവർക്ക് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരൊക്കെ പോയി കഴിച്ച് സെറ്റാവാം. നമ്മളിപ്പോൾ അതേ ഫിഷിൻ്റെ കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ രക്ഷയില്ല കേട്ടോ. See the horizon, turn us to thousands, and we'll grow in number, fueled by. ടേബിളിൽ ഇരിക്കാം. ഗ്രീൻ ചില്ലി, പിന്നെ മയോണീസ്. കൊഞ്ച് സൂപ്പ്. എനിക്കൊരു കൊഞ്ചുണ്ട്. Through
And this is പച്ചമുളക്. This for me. കൊഞ്ച് പ്ലസ് റൈസ്. ഇങ്ങനുണ്ട്. നല്ല മസാല ഉണ്ട്. ഇത് നമ്മുടെ അമൂർ, ഇത് സാൽമൺ, കൊഞ്ച്, പ്രോൺസ്, റൈസ്. അതെന്താ വെച്ചാൽ അറൂസ. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മിറണ്ടയാണ്, ഗ്രീൻ കളർ. ഇത് നാട്ടിൽ കിട്ടത്തില്ല, ഇതിവിടെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു മിറണ്ട. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇവിടെ ഉള്ളവരൊക്കെ മസ്റ്റ് കം. വലിയ കൊഞ്ച്. ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് സ്നേഹം, ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള സ്നേഹം. റൈസ് കൂടുതലാണ്. അച്ഛനായിട്ട് വരുമ്പോൾ അച്ഛൻ തിരിച്ചു ഇതിൻ്റെ നേരത്തെ വയ്ക്കും. എന്തിനാണ് നിൽക്കുന്നത്? നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഒറ്റപ്പൊട്ടിയോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വീട്ടിൽ പോകണം. നമ്മളിപ്പം വാഷ്റൂമിലാണ്. ഓക്കെ. ഫുള്ളായി. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ വീട്ടിലോട്ട് പാഴ്സൽ ചെയ്യാം. പാഴ്സൽ കിട്ടി നമുക്ക്. അമ്മ എപ്പുറത്തെ സൈഡ്, അമ്മ ഇതിലേ കൂടി പോ. അച്ഛനെടുത്തോണ്ട് പോകുന്ന അച്ഛനെടുത്തോണ്ട് പോയി. അമ്മ എടുക്കുവാണ്, നമ്മളെടുക്കുവാണ്, എല്ലാവരും എടുക്കുവാണ്. അയ്യോ, കാണാൻ അയ്യോ.